sir, I changed my mind. Shatru alla njan. Mitramana. Mitram. You're my friend. I just want to talk to you. Let us finish our conflicts. Satyamana Haji Saab, I am not your enemy. Why are you so tensed up? എന്തിനാണ് ഭയപ്പെടുന്നത്? ബഷീർ ഭായ്, what happened to your boss? എന്ത് അനാവശ്യമാണ് നീ കാണിച്ചത്? Why did you trespass into my area? Why? എന്റെ രഹസ്യങ്ങളുടെ അണ്ണാക്കിലേക്ക് നിന്റെ തിരുവല്ലക്കാരൻ പത്രക്കാരനെ കുത്തിക്കേറ്റത് എന്തിനെന്ന്? Okay? Don't repeat it. ഇനി ആവർത്തിക്കരുത്. Yes. ഇനി നീ ആവർത്തിക്കില്ല. Never. Thank you, Bashir. Take him. താഹിറുപ്പ, ഓൻ വന്നിട്ടുണ്ട്. Tahir Sahib, my deepest condolences. Enough and more. നമസ്കാരം. വരി വരി. CM വന്നിട്ടുണ്ട്. കുഞ്ഞലിയെ പോയിക്കോ. ഓ. ഇരിക്കേ. നിങ്ങൾക്കിത് വേണം താർ സാഹിബേ. ഈ കുഞ്ഞലവിയെ പോലുള്ള അറാമ്പറപ്പുകളല്ലേ നിങ്ങൾ പൊക്കിപ്പിടിച്ചോണ്ട് MLA മന്ത്രി ആക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്നത്. എന്നാ മന്ത്രി ആയപ്പോഴെങ്കിലും ഓനൊക്കെ ഒരു ഒളിവ് മറവൊക്കെ വേണ്ടേ? അത് പിന്നെ ഞാൻ ഒതുക്കി. ഈ ചത്തുപോയ ഹാജിയാരെന്തായിരുന്നു മുതലേ? മയ്യത്ത് ജാഥ അടിപൊളിയാക്കിയെന്ന് കേട്ടു. ചത്തവന് കൊന്നവന്റെ വക റീത്ത്. ഓ മുത്തുക്കുടയും ചൂടി വന്നപ്പോ എല്ലാവന്റെയും മുണ്ടാട്ടം പൊട്ടിയോ? നായർ, ഐ നോ. യെസ്, റഹീം വാസ് എ ടിൻ ഹോൺ ക്രൂക്ക്. അത്തരക്കാരൻ നമ്മളെ പാർട്ടിയിലുണ്ട്, നിങ്ങളെ പാർട്ടിയിലുണ്ട്. പണ്ട് നമ്മൾ ഒന്നിച്ചു മരിച്ചപ്പോ നിങ്ങളുടെ ആചാര്യന്മാരുടെ ഹേമദണ്ഡം താങ്ങാനാവാതെ എന്റെ വാപ്പ ചങ്കു പൊട്ടിയാണ് മരിച്ചത്. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പ്രത്യയ ശാസ്ത്രങ്ങളുടെ ഈ പാർട്ടിയുടെ വിഴുപ്പ് പിന്നെ ഞാൻ ചുമക്കേണ്ടി വന്നു. ക്രിമിനൽസിനെ സംരക്ഷിക്കാനല്ല, അക്ഷരം പഠിക്കാതെ അന്ധവിശ്വാസങ്ങൾ ആഴ്ന്നു കിടക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് പാർട്ടിയിൽ. അവരെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നു എന്ന് അവർക്ക് തോന്നാൻ എനിക്ക് ഇവനെയൊക്കെ ചുമന്നേ പറ്റൂ. പൊളിറ്റിക്കൽ എത്തിക്സ് അല്ല ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് അജണ്ട. പ്രതിപക്ഷത്തിന്റെ ചോറുണ്ടെന്ന ഞങ്ങളുടെ കൂറ് ഭരണപക്ഷത്തിനോടാണെന്നത് അരമന രഹസ്യമല്ല. സോ യു മസ്റ്റ് ആക്ട്. യു മസ്റ്റ്. TV ക്യാമറയുടെ മുന്നിൽ അഭിനയമല്ല, ഗവൺമെന്റ് ആക്ഷൻ. ഈസി. നിങ്ങളോടൊരു വാക്ക് ചോദിക്കാനാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഷെട്ടിയെ തൂക്കിയെടുത്ത് അകത്തോട്ട് ഇടാൻ പറയാം. മതിയോ? നോ, അത് പാടില്ല. എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കൊന്നവനെ പിടിച്ചാൽ ചത്തവന്റെ ചരിത്രം നാട്ടുകാരറിയും. പാർട്ടിയുടെ ക്രെഡിബിലിറ്റി തകരും. അത് പാടില്ല. തകർന്നു കിടക്കുന്ന എന്റെ പാർട്ടി അണികളെ ഉഷാറാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ പോകുന്നു. റഹീം സാഹിബിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാത്ത സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായൊരു സമരം, ഹർത്താൽ. ഒരാഴ്ച ആ തട്ടിപ്പ് അങ്ങനെ പൊടിപൊടിക്കും. Then you should act. You must. എങ്ങനെ? റഹീം വധം അന്വേഷിക്കാൻ പുതിയൊരു പോലീസ് സൂപ്രണ്ടിനെ നിയമിക്കുന്നു. അത് ഞമ്മളുടെ ആളാവണം.
മുഹമ്മദിനെ മതിയോ? മുഹമ്മദ് സർക്കാർ. മുഹമ്മദ് സർക്കാർ ആരാണ് അയാള്? ത്രിപുര കേഡറിലെ ഒരു പണിഷ്മെന്റ് കേസാ കക്ഷി. മലയാളി തന്നെ. ഓനെ ഞാൻ നമ്മുടെ വർക്കല സോപ്പ് കമ്പനിയിൽ ഒതുക്കിയിരിക്കില്ലയോ? ആൾ സേഫ് ആണെന്ന്. നിങ്ങൾക്ക് പറ്റിയ 2 നല്ല ദുശീലങ്ങളുമുണ്ട്. 1 അഴിമതി, 2 സ്വജനപക്ഷപാതം. ജാതി സ്പിരിറ്റേ. ഏത് എന്നെ പുറത്തിരുത്തി ഒറ്റയ്ക്ക് നിങ്ങൾ അകത്ത് കയറിയപ്പോഴേ മനസ്സിലായി നാറ്റ കേസാവുമെന്ന്. അലമ്പാക്കിയില്ലേ മുഹമ്മദ് സർക്കാർ. അവനെ ഇവർക്കിട്ട് വെച്ചു കൊടുത്താൽ ഉണ്ടാവുന്ന പുലിവാലുമല്ലോ നിങ്ങൾക്കറിയാമോ? ശുദ്ധ വിവരക്കേടായി പോയി സഖാവേ. കുരുത്തം കെട്ടവനാണ്. ചാത്തനും മറുതയും ഒഴിയുമ്പോൾ അടയാളം കാണിക്കുന്നത് പോലെ ത്രിപുര മന്ത്രിസഭ മറിച്ചിട്ടിട്ടാണ് അന്നവൻ ബംഗാളിലേക്ക് കെട്ടിയെടുത്തത്. അവിടെയും നമ്മുടെ പാർട്ടിയെ പീസാക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് അവനെ വെട്ടിനിരത്തി കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സോപ്പ് കമ്പനിയുടെ MD ആക്കി ഇരുത്തിയത്. എടോ, അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയതയൊക്കെ ആ മുഹമ്മദിന്റെ തലയെ കെട്ടിവെച്ചത് സാഹിബിനെ മനഃപൂർവ്വം ഒതുക്കാൻ വേണ്ടി തന്നെയാ. ആ പാമ്പ് വേലിയെ തന്നെ ഇരിക്കുന്നല്ലേ സഖാവേ നല്ലത്? കടിക്കാനറിയാവുന്ന പാമ്പനെ എടുത്ത് എന്തിനാടോ വെറുതെ വേലിയെ കയറ്റിയിരുത്തി മെനക്കെടുത്തുന്നത്? ഞാൻ അവനെ എടുത്ത് ഏണിയിലോട്ടൊന്ന് വെച്ചെന്നേ ഉള്ളൂ. ചുമ്മാ കേറി പോട്ടടോ. Come on, baby. Allah, 6 mean successful. Oh, 99. Please, Papa, make it 5. പാത്തുക്കുട്ടി, കളി കള്ളം പാടില്ല. വാപ്പാക്ക് എത്ര കാലം കൂടിയാ ഒരു ഏണി കയറാൻ അവസരം കിട്ടിയത്? ലെറ്റ് മീ ക്ലൈം. വേണ്ട Papa, climb down please. 1 2 3 4 Ma, 5 Papa കേണി. 6. നമുക്ക് ഏണി വേണോ സാറേ? മോള് പറഞ്ഞതല്ലേ ശരി. മേക്ക് ഇറ്റ് 5. 6 is too big for you. പിള്ള മനസ്സിൽ കള്ളവില്ലെന്നാ പഴമൊഴി. അതിന് കള്ളക്കളി കളിച്ചില്ലല്ലോ ഞാൻ. 6 വീണു, താനെ ലാഡറിന്റെ ചോട്ടിലെത്തി. ഇനി അങ്ങോട്ട് കേറുക എന്നുള്ളതല്ലേ ധർമ്മം. ഏണിയിലും കുതിരപ്പുറത്തൊക്കെ ഒരുപാട് കേമന്മാർ ഇതിനു മുമ്പും കേറാൻ നോക്കിയിട്ടുള്ളതാ. ചുമ്മാ നടു ഒടിഞ്ഞത് മിച്ചം. അത് നട്ടലിന്റെ ബലക്കുറവ് കണ്ടാ ലൈലാമേ. ഇത് മുഹമ്മദ് സർക്കാർ. ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ്. ആ പുഴുങ്ങി തീറ്റിക്കാൻ ഞാൻ രണ്ടിനെയും. എന്റെ ബദ്രീങ്ങളെ, ഇത് എത്രാമത്തെ ട്രാൻസ്ഫറാ? ആ സോപ്പ് കമ്പനിയിൽ നല്ല മര്യാദക്ക് ഇരുന്ന മനുഷ്യനാ. ഈ മുഖ്യമന്ത്രി അല്ലാതെ തലയ്ക്ക് വെളിവുള്ള ആരെയും ഇങ്ങനെ പിന്നെയും കാക്കിക്കകത്തോട്ട് കേറ്റുവോ? ഒരു മുഹമ്മദ് സർക്കാർ. അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പറയുന്നേ? എല്ലാം എന്റെ കുറ്റം തന്നെയാ. ഫ്രീ പ്രസ് ജേർണലിലെ തകർപ്പൻ കോളമിസ്റ്റ് ആയിരുന്ന മിസ് ലൈല ഗഫൂറിന് മിസ്സസ് ലൈല മുഹമ്മദ് ആവാൻ തോന്നിയത് ഏത് നശിച്ച നേരത്താണാവോ? എന്തായിരുന്നു അന്ന് മമ്മുഞ്ഞിന്റെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്? കാഡ്ബറീസ് ഫേസ്, ജിയോർജിയൻ മീശ, ബേസ് വോയിസ്, 6 feet 2 inch ഹൈറ്റ്, പഞ്ചാരിയും തേനും കൂട്ടി കുഴച്ചൊലിപ്പിച്ച ഡയലോഗും. ഉമ്മയുപ്പയും പറഞ്ഞതാ അന്നേ. ലൈല മോളെ വേണ്ട, ഓ നമുക്ക് പറ്റൂല, വെറും ലൊടുക്കോസ അമുക്കാണെന്ന്. ഞാൻ കേട്ടില്ല. ഞാൻ നല്ലത് വല്ലതും പറഞ്ഞ ആ തലയിലോട്ട് കേറുവോ? ഇല്ല. പഠിച്ച തൊഴിൽ ചെയ്യാൻ എന്നെ അനുവദിക്കോ? ഇല്ല. MCP. എന്താ പാപ്പ MCP? MCP മെയിൽ ഷോവനിസ്റ്റ് പിഗ്. Pig means പന്നി. ഉമ്മ പാപ്പാനെ പന്നിന്ന് വിളിച്ചോ? മൊട്ടേന്ന് വരുന്നില്ല അവളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ. വേഗം കഴിച്ചിട്ട് സ്കൂളിൽ പോവാൻ നോക്കണേ. സ്കൂൾ? ഏത് സ്കൂളിലാണ് ചേർത്തത്? പൊന്നു മോളെ, ഒരിടത്തും ചേർത്തിട്ടില്ല, ഇനി ചേർക്കാനോട്ട് പോകുന്നുമില്ല. പാപ്പയുടെ പോക്കറ്റില് ഇനി എത്ര രൂപ ബാക്കിയുണ്ടെന്നറിയോ? 114 രൂപ 75 പൈസ. അതിനു പറ്റിയ സ്കൂളൊന്നും ഈ നാട്ടിലില്ലാത്തതുകൊണ്ട് ഉമ്മ മോളെ അറബി പഠിപ്പിക്കാൻ മൊയിലാറിന്റെ അടുത്താക്കാം കേട്ടോ. മുഹമ്മദ് സർക്കാരിന്റെ മോള് സർക്കാർ സ്കൂളിൽ പഠിക്കട്ടെ. എടി പെണ്ണേ, നീ കിടന്ന് ബഹളം വെക്കാതെ. നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയി അടുത്ത ആഴ്ച ഇങ്ങെത്തും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. കാം ഡൗൺ. യൂണിഫോം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേ അല്ലേ, സ്റ്റൈൽ ഒട്ടും കുറയ്ക്കണ്ട. അടിപൊളിയായിരിക്കണം ഇൻട്രൊഡക്ഷൻ. റഹീം
റഹീം ഹാജിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. സർക്കാർ നീതി പാലിക്കുക. ആഹിർ സാഹിബ് സിന്ദാബാദ്. അലവിക്കുട്ടി MLA സിന്ദാബാദ്. റഹീം ഹാജിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. റഹീം ഹാജിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. ആഹിർ സാഹിബ് സിന്ദാബാദ്. അലവിക്കുട്ടി MLA സിന്ദാബാദ്. റഹീം ഹാജിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. ആഹിർ സാഹിബ് സിന്ദാബാദ്. അലവിക്കുട്ടി MLA സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. എന്താടോ ജോണേ, മണി 9 ആ SP-ക്ക് ഇതുവരെ ഇങ്ങോട്ട് പണ്ടാരടക്കാനായില്ലേ? 10 മണിയല്ലേ സാർ ഓഫീസ് ടൈം. ഇന്ന് പരപരാവെളിപ്പിന് വന്ന് ചാർജ് എടുത്ത് അലവിക്കുട്ടിയെ അറസ്റ്റ് ചെയ്ത് പത്തിരി ഇറച്ചിയും തിരിച്ചോളാന്ന് CM-നോട് അനുവാദം ചോദിച്ചിട്ടുണ്ടെന്ന് താഹിർ സാഹിബ് ഇന്നലെ നമ്മള് പറഞ്ഞതല്ലേ? 3 ദിവസമായിട്ട് ചായന്റെ വെള്ളം പോലും കുടിച്ചില്ലെന്ന് നോക്കിയെന്ന്. റബ്ബേ, മണി 9 കഴിഞ്ഞില്ലേ, നമ്മള് നാസാക്കിയിട്ടില്ലെന്ന്. എടോ പോലീസേ, എനക്ക് ഷൂറുള്ള ഇങ്ങനെ ഓനെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിരുന്നു. എന്തായി, വല്ല കുഴപ്പമുണ്ടാ? സാറേ, പുതിയ SP വന്ന് ചാർജ് എടുക്കാതെ സാറ് നിരാഹാരം നിർത്തുകയല്ലെന്നല്ലേ പറഞ്ഞിരുന്നത്? ഭരണകക്ഷിക്കാരിതേ അപ്പുറത്ത് കൂക്കി വിളിക്കാൻ ചാൻസ് നോക്കിയിരിക്കുക. അവന്മാര് വല്ല അലമ്പം ഉണ്ടാക്കിയ നാറ്റ കേസായി പോവും. നമ്മുടെ കൂട്ടത്തിലൊരു മുഹമ്മദ് വന്നിട്ടും ഈ കാര്യങ്ങളൊക്കെ ബടക്കാക്കോണം എന്റെ പടച്ചോനെ. അയ്യോ, സമയം. അടങ്ങി മുല്ലാക്ക, അടങ്ങി. ഓനൊന്ന് വന്ന് ചാർജ് എടുത്തോട്ടെ. പാർട്ടിയുടെ പേരിൽ ഒരു ഡിസ്ട്രിക്ട് പതിച്ചു കിട്ടിയിട്ടും നമ്മൾ ഭരിച്ചപ്പോ പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത പോലീസിന്റെ അധികാരം മുഹമ്മദിലൂടെ നമ്മൾ നേടിയില്ലേ? ഈ നാടിന് നമ്മുടെ രാശിയാവാൻ പോവല്ലേ മോനെ, നമ്മുടെ രാശിയം. എല്ലാം വെടികൊണ്ട് ചത്തുപോയ ആ റഹീം ഹാജിയുടെ ആത്മാവിന്റെ കൃപ. എടാ, എനക്ക് ഉപ്പും മധുരില്ലാതെ ഗ്ലൂക്കോസ് ഒരു ഗ്ലാസ് താരങ്ങളുടെ എടുക്ക്. ഓ, അനക്ക് വേണോടാ ലവി? ഒന്ന് പതുക്കെ പറയണ്ട മുല്ലാക്ക. ഓന് വേണ്ട, എനക്ക് മാത്രം മതി. എനക്ക് ഷുഗർ ഉണ്ട്, അതുകൊണ്ടാ. നല്ലൊരു സല്യൂട്ടിന് പകരം രാവിലെ വൃത്തിയിട്ട് കാണിക്കുന്നു, വൃത്തികെട്ടവൻ. എന്താണോ എല്ലാരും കൂടെ എന്റെ മുറി കയറി പോരുന്നിരിക്കുന്നത്? SP വന്നില്ലേ? കൃത്യം 10 ചാർജ് എടുത്തു സർ. പിന്നെന്താ അയാൾ അങ്ങോട്ട് കെട്ടിയെടുക്കാഞ്ഞത്? ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് അത് ഓഹോ, എങ്കിൽ അയാളോട് ഒന്ന് ചോദിക്കണമല്ലോ. വല്ല സോപ്പ് കമ്പനിയിലും കിടന്ന് വഴവഴ പതയ്ക്കുന്നവനൊക്കെ ഇങ്ങോട്ട് വലിച്ചോണ്ടൊന്ന് ഇതിനൊക്കെ തന്നെയാ. അതാരും പറഞ്ഞു കൊടുത്തില്ല അയാളോട്. ഞാൻ പറഞ്ഞു കൊടുക്കാം. താൻ ആരാടോ? ഹെഡ് മാസ്റ്ററോ? പഠിപ്പിക്കാൻ? സമരപന്തലിൽ ആരാ? തന്റെ അമ്മായിയമ്മ പെറ്റി കിടക്കുന്ന അങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഉണ്ടോ? ഏതോ ഒരു പ്രതിപക്ഷ MLA നിരാഹാരം കിടക്കുന്നു, ചുമ്മാ ഡയറ്റിംഗ്. പബ്ലിക് ന്യൂസൻസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ പോലീസിന് എന്ത് കാര്യം? താഹിർ സാഹിബ് പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു. ഈ താഹിർ സാഹിബ് ആരാണ്? ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ലീഡർ. ഒരു പഞ്ചായത്തിന്റെ പോലും ജനപ്രതിനിധി അല്ലാത്ത അയാൾക്ക് ജില്ലാ പോലീസ് സൂപ്രണ്ടിനോടോ ഡെപ്യൂട്ടി സൂപ്രണ്ടിനോടോ ഓർഡർ ഇടാൻ എന്താണ് അധികാരം? ഇല്ലാത്ത അധികാരങ്ങളെ വണങ്ങേണ്ട കാര്യം കാക്കി ധരിക്കുന്നവനില്ല. പോലീസുകാർക്ക് മാത്രമല്ല, പണക്കാരന്റെ വാതിൽപ്പടി കാക്കുന്ന പാവപ്പെട്ട ഗൂർഖയ്ക്കും ഇല്ല. ഉണ്ടോ? ഇല്ല. സർ, സർ, യെസ് സർ. DGP, now the game is on in proper channel. Come on, come on.